ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളിങ്ങനെ പാത്രങ്ങൾ മേടിക്കൂലേ, കുക്കറായിക്കോട്ടെ ചെരുവായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ പാചകം ചെയ്യണ പാത്രങ്ങൾ അത് മേടിക്കുമ്പോൾ അതിലിങ്ങനെ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ അത് കളയാതെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോകൂല, കരിഞ്ഞ് പിടിച്ച് അവിടെ നിൽക്കും, പിന്നെ ആ പാടും അങ്ങനെ നിൽക്കും. ഇതിപ്പോൾ കറിപ്പാത്രമാണ്, അതിൻ്റെ ഉള്ളിലുണ്ട് പുറത്തുമുണ്ട്. ഇതുപോലെ എന്ത് പാത്രം മേടിക്കുമ്പോഴും ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമ്മളത് ഒന്ന് പറിച്ച് മാറ്റണതാണ് കേട്ടോ ഞാൻ കാണിക്കണത്. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് പാത്രം ഒന്ന് ചൂടാക്കുക. ഒരുപാട് ചൂടാവരുത്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്തിട്ട് ആ ഒരു ചെറിയ ചൂടിൽ തന്നെ സ്റ്റിക്കറൊന്ന് പറിച്ച് കളയണം കേട്ടോ. നമ്മളിത് കളയാതെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുപ്പത്ത് വെക്കണ പാത്രമാണെങ്കിൽ കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട് പോകൂല. പിന്നെ ഈ പശയുടെ പാടും അവിടെ നിൽക്കുമല്ലോ, അപ്പോൾ അതും പോകാതെ നിൽക്കും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ പാടൊക്കെ നമുക്ക് വേഗം കളഞ്ഞെടുക്കുക. അങ്ങനെ ചിലതിലിങ്ങനെ പശ കൂടുതലായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മളതിലുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് കഴുകിയാൽ മതി. ഒരുപാട് ബലം പിടിച്ചൊന്നും കഴുകണ്ട, ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകുമ്പോൾ തന്നെ അത് പോകും. ഉരവ് വീഴുന്നില്ല, പെട്ടെന്ന് തന്നെ ഒരുപാട് അമർത്തി ഉരക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിക്കറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കഴുകി കൊണ്ടുവന്നത്, ഒരു പാടുമില്ല ഒന്നുമില്ല, കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് കാണിക്കണത്, നമുക്ക് ഗോൾഡൊക്കെ മേടിക്കുമ്പോൾ കടയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുമല്ലോ പാത്രങ്ങൾ, അങ്ങനെ കിട്ടിയ പാത്രമുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ ഈ സ്റ്റിക്കറാണ് കേട്ടോ, അവരുടെ ഒരു ലേബിൾ ഉണ്ടാവുമല്ലോ ആ കടയുടെ, ഇതാണ് ഈ പാത്രത്തിലുള്ളത്. ഇപ്പം ഇതൊന്ന് കളഞ്ഞെടുക്കാനാണ് ഞാൻ അടുത്ത ടിപ്പ് കാണിക്കണത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കണത്. വിനാഗിരി ഞാൻ ആ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ എഴുത്തുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ 3 പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ സോഡാപ്പൊടി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. അതിന് കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ അത് ഇങ്ങനെ ശരിക്കും ഇരിക്കാത്തതുകൊണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് ഈ സ്റ്റിക്കറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഈ വിനാഗിരിയുടെയും സോഡാപ്പൊടിയുടെയും ആ ഒരു വെള്ളത്തിൽ മുങ്ങി ഇരിക്കാൻ പാകത്തിന് ഞാൻ ചെരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ ഒരു കറിപ്പാത്രം എടുത്തിട്ടുണ്ടല്ലോ, അതും വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ആ കറിപ്പാത്രത്തിൻ്റെ സ്റ്റിക്കറുമിലേക്കും ഇതുപോലെ വിനാഗിരിയും സോഡാപ്പൊടിയും ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതും നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും സവാളയും ഒക്കെ നമുക്ക് ഇങ്ങനെ തട്ടിലിട്ട് വെക്കണ ആ ഒരു ഇത് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ സവാളയും പൂത്തൊക്കെ പോകും. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ മുളയൊക്കെ വന്നു പോകും. അപ്പോൾ അതില്ലാതെ വേറെ മാറ്റി വെക്കണതാണ് ഞാൻ കാണിക്കണത്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിലേക്ക് 3 തട്ടിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ആ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ബുക്കിൻ്റെ പുറം ചൊട്ടുണ്ടല്ലോ, അത് ഇച്ചിരി കനമുള്ളതാണല്ലോ, ചെറിയൊരു കനം ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു താള വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. ഞാൻ സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കണം. ഈ സവാള ഇട്ട് കൊടുത്തിട്ട് ഈ സവാളയുടെ ഒപ്പം ആരും ഇതുപോലെ സവാളയും ഉള്ളിയൊക്കെ ഇങ്ങനെ കൊട്ടയിലിട്ട് വെക്കണവർ ആരും ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഒപ്പം വെക്കരുത് കേട്ടോ. ഉരുളക്കിഴങ്ങും നാശമായി പോകും, ഉരുളക്കിഴങ്ങിലൊക്കെ മുള വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെ വെക്കരുത് കേട്ടോ, മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ അടിയിലെ തട്ടിൽ ചെറിയുള്ളിയാണ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഇത് 2 ഉള്ളൂ, അപ്പോൾ അത് കാരണം അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയുള്ളി ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി വെച്ച് കൊടുത്തിട്ട് ചെറിയുള്ളി നീക്കി കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു പേപ്പർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അതും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചെറിയുള്ളി മാത്രം വെച്ച് കൊടുത്തേക്കണത്. പിന്നെ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാത്രം കൈ കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ ആ സ്റ്റിക്കറൊക്കെ പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേപോലെ നമുക്ക് എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ നഖം കൊണ്ട് കാണിക്കുമ്പോൾ പോയില്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് ഉരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ പോയി കിട്ടും. ഇതിപ്പോൾ അതായത് നഖം കൊണ്ടാക്കിയപ്പോൾ തന്നെ പോയി. അല്ല പോകാത്തതുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചെടുത്താൽ മതി. ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് ടിപ്പൊന്നുമല്ല, ഒരു അരിനെല്ലിക്ക എനിക്ക് മരുമോൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് 3-4 പ്രാവശ്യം കഴുകി എടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക. അതേപോലെ കുറച്ച് പച്ചമുളകും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പച്ചമുളക് നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ നെല്ലിക്കയിലേക്ക് നമുക്കൊരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കണത്. അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇന്ന് നെല്ലിക്ക ഇട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ ചൂടൊക്കെ നല്ല ചൂടാണല്ലോ തിളച്ച് വന്നേക്കണം. ആ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് തണുത്ത് വരണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയാൽ മാത്രം മതി. ഒരുപാട് ചൂടിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കരുത്. അങ്ങനെ നെല്ലിക്ക ഇട്ട് കൊടുക്കേണ്ട. അരി നെല്ലിക്ക ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെയും ഒന്നും കൂടി മൂടി വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് തുറന്നിട്ട് അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ അരിനെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണേന്ന് നല്ലത് കേട്ടോ. അപ്പം തന്നെ എടുത്തൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.